മാനവ സമൂഹത്തെ മുന്നോട്ട് നയിച്ച പ്രധാന വ്യക്തികളുടെ ഒരു യാത്ര. ആധുനികതയുടെ ചുവട് പിടിച്ച് ഇതാ 7ാം ക്ലാസ്സിലെ കുട്ടികൾ മനോഹരമായ ഒരു പ്രോഗ്രാമുമായി ഇതാ സ്റ്റേജിൽ. മാനവ ജീവിതത്തെയും ചരിത്രത്തെയും ബൈബിൾ പോലെ സ്വാധീനിച്ച മറ്റൊരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. ഈ ഭൂമിയിൽ ഇനി ഉണ്ടാവുകയുമില്ല. അന്നും ഇന്നും എന്നും ജീവൻ തുടിക്കുന്നവന് ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിന്റെയും അചഞ്ചലമായ വിശ്വസ്തതയുടെയും അഗാധമായ സ്നേഹത്തിന്റെയും കീർത്തനങ്ങളാൽ മുഖരിതമാണ് വിശുദ്ധ ഗ്രന്ഥം. ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട മനുഷ്യന്റെ നീതിദീപ്തമായ ചരിത്രം ബൈബിളിൽ കാലങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ടു. ദൈവഹിതത്തിന് തന്നെ സമർപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സൗന്ദര്യമാണ് ഇവിടെ വെളിപ്പെടുന്നത്. രക്ഷാകര ചരിത്രത്തെ മുന്നോട്ട് നയിച്ച ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലൂടെ ഒരു യാത്ര. സൗഭാഗ്യപൂർണമായ അവസ്ഥയിൽ 6ാം ദിവസം ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും ആദ്യത്തെ സൃഷ്ടിച്ചു. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് ചേർന്നവയെ സൃഷ്ടിച്ചു. ഇവൾ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്ന് യുഗ്മഗാനവും പാടി നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആദവും ഹവ്വയും. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് ആദ്യത്തെയും ഹവ്വയും ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. സർപ്പത്തെ കൂട്ടുപിടിച്ച് പാപം ചെയ്ത ആദ്യ മാതാപിതാക്കൾക്ക് സർവ്വ ഐശ്വര്യവും അധികാരവും സൗഭാഗ്യങ്ങളും നഷ്ടമാണ്. കൃഷിക്കാരനായ കായീൻ ആദാമിന്റെ ആദ്യ പുത്രൻ, ആട്ടിടനായ ആബേൽ രണ്ടാമത്തെ പുത്രൻ. ആബേലിന്റെ കാഴ്ച വസ്തുക്കളിൽ ദൈവം പ്രസാദിച്ചു. കായീനാകട്ടെ ദൈവത്തിന് പ്രീതികരമല്ലാത്തതിനാൽ അസൂയ കൊണ്ട കായീൻ തന്റെ സഹോദരനെ ആബേലിനെ കൊല്ലുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ കൊലപാതകം. BC 19ാം നൂറ്റാണ്ടിൽ സംഭവിച്ചുവെന്ന് കരുതപ്പെടുന്ന അബ്രഹാത്തിന്റെ വഴിയാണ് ബൈബിളിലെ രക്ഷാ ചരിത്രത്തിന്റെ ആരംഭം. ദൈവവിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് അബ്രഹാത്തിന്റെ ഭാര്യ സാറായ്ക്കും സന്താനഭാഗ്യം ഏറെ വൈകി ലഭിച്ചിരുന്നത്. തന്റെ ഏകപുത്രനോടൊപ്പം ദൈവകൽപ്പന അനുസരിച്ച് മോറിയ മലയിൽ വെച്ച് വീണ്ടും അബ്രഹാത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും നിനക്ക് സന്തതികൾ ഉണ്ടാകട്ടെ. ഇസ്രായേലിനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടിക്കൊടുത്ത് മാർഗദർശിയുമായി ദൈവം നിയോഗിച്ച ജലത്തിൽ നിന്നെടുക്കപ്പെട്ട മോശ വിഗ്രഹാരാധനകളെ തച്ചുടച്ച് ദൈവകൽപ്പനകൾ പകർന്നു നൽകി ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ വാഗ്ദാന ഭൂമിയിലേക്ക് നയിച്ച വ്യക്തി. ദൈവത്തെ മുഖാഭിമുഖം കണ്ടവനും ഏറെ സൗമ്യനുമായിരുന്ന മോശ സ്ത്രീകളിൽ നീ ധന്യ, നിൻ ഉദരഫലം അനുഗ്രഹീതം. ദൈവദൂതൻ മറിയത്തോട് പറഞ്ഞു, ലോകരക്ഷകനായ ദൈവം
നീതിമാനായ ജോസഫ് കൂടെയുണ്ട്. യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ പ്രധാനിയാണ് പത്രോസ്. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുന്നു യേശു പത്രോസിന് ഉറപ്പു കൊടുത്തു. പത്രോസേ, നീ പാറയാകുന്നു. അവബോധമാകുന്ന ഈ പാറയിൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. ആട്ടിടനായ ദാവീദ്, കിന്നരം വായനയിൽ വിദഗ്ധനുമായ ദാവീദ് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവ്. അക്കടിയൊരു അതിനൊത്ത ശരീരവുമുള്ള ഗോലിയാത്തിനെ കവടയിൽ നിന്ന് കല്ല് തെറ്റിച്ച് വീഴ്ത്തിയും യുദ്ധങ്ങളിലെ വിജയകഥകളുമെല്ലാം തിളക്കമുള്ളതുമാണ്. എല്ലാവരും കൂടെ ഉള്ളപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നാറുണ്ട്. ഈ അവസ്ഥയിൽ ഈശോയെ എന്നൊന്ന് സ്നേഹത്തോടെ വിളിച്ചു നോക്കുകയും ഈശോ നമുക്ക് തന്ന വലിയ പ്രോമിസാണ് അവൻ നമ്മുടെ കൂടെ എപ്പോഴും കാണുമെന്ന്. ഈശോയെ സമീപിച്ച് അരുളി ചെയ്യുക,